ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബിരിയാണിയാണ്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ച് വെച്ചേക്കുകയാണ്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് തന്നെ കട്ട് ചെയ്ത് വാങ്ങിയതാണിത്. അപ്പോൾ ഇതിൽ കുറച്ച് കൊഴുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും മാറ്റാൻ നിന്നിട്ടില്ല. ബിരിയാണിയല്ല, എന്തായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുകയാണ്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാനിവിടെ അരി എടുത്തേക്കുന്നത്. ഈ ഒരു ഗ്ലാസ് നിറയെ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുകയാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുകയാണ്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉള്ളിയും തക്കാളിയും ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, തക്കോലം അവയൊക്കെ വേണം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഞാനിവിടെ 2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ എടുക്കുക. ഇത് 1 പിടിയോളം മല്ലിയിലയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളകാണ് എടുക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കുക. പിന്നെ വേണ്ടത് തൈരാണ്. നല്ല പുളി ഇല്ലാത്ത തൈര് തന്നെ എടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പോളം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ സവാളയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച മല്ലിയിലയിൽ നിന്നും പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എന്താണ് ഈ ഉള്ളിയും മല്ലിയിലയൊക്കെ ആദ്യം തന്നെ ഫ്രൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉള്ളിയുടെ നല്ലൊരു മണവും അതുപോലെ മല്ലിയിലയുടെ നല്ലൊരു മണവും ഒക്കെ നമ്മുടെ ബിരിയാണിക്ക് എപ്പോഴും ഉണ്ടാകും. അതുപോലെ ബിരിയാണി പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണോളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമുക്കിതിൽ അഡീഷണൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തമിഴ്നാട് ബിരിയാണി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നല്ല ഓറഞ്ച് കളറിലായിരിക്കും നമ്മുടെ ബിരിയാണി ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ച് അഡീഷണൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ പൊടിയുടെ പച്ച മണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളർ ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസുകൾ ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉള്ളി എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് മാത്രം തക്കാളി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 സ്പൂണോളം തൈരാണ് എടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. അപ്പോൾ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തൈര് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്നും വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർക്കാൻ നോക്കുക.
അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് വെള്ളത്തിൻ്റെ കണക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറാണ്, നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചോറിലൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ ബിരിയാണിക്ക് കറക്റ്റ് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിൽ നിന്നൊക്കെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ചിക്കൻ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എരിവൊക്കെ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊന്നും അധികം വെന്ത് പോയിട്ടില്ല. ഏകദേശം ഒരു 20% ഒക്കെ വെന്തിട്ടുള്ളൂ. കണ്ടോ, അധികം വെന്ത് പോയിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് അധികം മുന്തി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരിയൊക്കെ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ, നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബിരിയാണിയിൽ വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. മല്ലിപ്പൊടിയുടെയോ മഞ്ഞൾപ്പൊടിയുടെയോ അതുപോലെ ഗരം മസാലയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു തിള വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് ആദ്യത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം സിമ്മിലാക്കിയ ശേഷം 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ പാൻ ഇതുപോലെ ചൂടാക്കാൻ വയ്ക്കുകയാണ്. പാൻ നല്ല ചൂടാകുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പാത്രം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി പെട്ടെന്ന് കരിഞ്ഞു പോകും. 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് സൈഡിൽ നിന്നായിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അതുപോലെ ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോരോ സൈഡിൽ നിന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1-2 കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ബിരിയാണിയുടെ കളർ കണ്ടോ, നല്ല ഓറഞ്ച് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വേറെ അഡീഷണലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ ഇട്ട് കൊടുക്കുക. എങ്കിലേ നല്ലൊരു മണം നമുക്ക് ബിരിയാണിക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ആ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ആ മല്ലിയിലയുടെയും നെയ്യുടെയൊക്കെ മണം ഒന്ന് ബിരിയാണിയിലോട്ട് നല്ലോണം ഇറങ്ങിക്കോട്ടെ. 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ മല്ലിയിലയുടെയും നെയ്യുടെയും മണമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. സൈഡിൽ നിന്ന് തന്നെ ഇളക്കുക. അപ്പോൾ ഇത് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇതുപോലെ എല്ലാ വശം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കേരള ബിരിയാണിയും കാട്ടി കുറച്ച് വ്യത്യസ്തമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഈ ബിരിയാണിക്ക് അഡീഷണൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ മതിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.